എല്ലാവർക്കും സ്വാഗതം. എന്തായി സ്റ്റഡിയൊക്കെ? എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടല്ലേ? എല്ലാ മക്കളും പഠിക്കുന്നുണ്ട് എന്നുള്ളത് സാറ് അറിഞ്ഞു. അപ്പോൾ സാറ് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്തും ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് തന്നെ പഠിക്കുക. സാർ ഇതിന് 2 ഹോംവർക്ക് തരുന്നുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഹോംവർക്കും കൂടി സാറ് തരും. അതൊന്ന് സോൾവ് ചെയ്തിട്ട് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. ഓക്കെ, സാറ് എത്ര പേര് പഠിക്കുന്നുണ്ട്, എത്ര പേർക്ക് ഫുൾ മാർക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ സാറൊന്ന് അറിയാലോ, സാറിനെ അറിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം ആരൊക്കെയാണ് ഇവിടെ കറക്റ്റായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സാറൊന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. വീഡിയോ എങ്ങനെയാ തുടങ്ങാം നമുക്ക്. അപ്പോൾ ഒരു ടോപ്പിക്കാണ് സാർ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പോൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ റെഡി ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ? യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? യെസ്, 12 into 7. ഈ 12 into 7 എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് പറഞ്ഞ രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ടെസ്റ്റിൽ എങ്ങനെയാണ് പറഞ്ഞത് ആ രീതിയിലാണ് പോകുന്നത്. ആദ്യം 12 into 7 അത് നമുക്ക് തന്നിട്ടുള്ളതാണ്, ഗീവൻ ആണ്. നമുക്ക് അതേപോലെ എഴുതി വെച്ച് ഈക്വൽ ടു ഈ 12 സാർ പറഞ്ഞ പോലെ നോക്കിക്കോട്ടെ. 12 നമുക്ക് 2 ഡിജിറ്റുകൾ ഉണ്ടല്ലോ. 12 എന്ന് പറയുന്നത് ഒരു 2 ഡിജിറ്റ് ആണ്. അപ്പൊ കുറേ 2 ഡിജിറ്റുകൾ അറിയാം. അതിൻ്റെ ഒക്കെ എൻഡില് മനസ്സിലായോ? അതിലേക്ക് എൻഡില് എന്ത് വരണം? 0 വരുന്ന രീതിയിൽ ഉള്ള 2 ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 2 ഡിജിറ്റുകൾ കുറേ ഉണ്ട്. സാറ് കുറേ 2 ഡിജിറ്റുകൾക്ക് നമുക്കറിയാം. സാറിന് മാത്രമല്ല നിങ്ങൾക്കും അറിയാം. ഓക്കെ, ആ 2 ഡിജിറ്റുകളിലെ 0 എൻഡിൽ ആര് വരണം? 0 വരുന്ന 2 ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 10, 20. ഇതൊക്കെ സാറ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ ചോദിക്കുന്നത് നല്ല കാര്യമാണ്, നല്ലതാണ്. ഓക്കെ, റെഡി. നല്ല സാറിന് മനസ്സിലായപ്പോ നിങ്ങൾക്ക് അറിയാം, പിന്നെ കുഴപ്പമില്ല എന്നുള്ളത് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോ 12 എങ്ങനെ എഴുതാപ്പോ? യെസ്, നമുക്കറിയാം 2 ഡിജിറ്റ് ഏതാണ്? 10 അല്ലെ? 10 ഉണ്ടല്ലോ. 10ന്റെ ഒപ്പം എത്ര ആഡ് ചെയ്താൽ മതി 12 കിട്ടാൻ? യെസ്, 2. അപ്പോ നമുക്ക് എന്ത് പറയാം? 12 ഈക്വൽ ടു 10 + 2. അപ്പൊ 12ന്റെ അവിടെ നമ്മൾ 12 ഉണ്ടായിരുന്നില്ലേ മുമ്പ്? യെസ്, 12 into 7 അല്ലേ വരുന്നേ? ആ 12ന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ സാർ പറഞ്ഞത്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ 12 അവിടെ നമ്മൾ 10 + 2 എന്ന് കൊടുത്തു. ഇനി 7 ആദ്യം നോക്കൂ. ഫസ്റ്റ് ആൾ 10 അല്ലേ? ഈ 7 ഉള്ളിലേക്ക് അങ്ങോട്ട് ജമ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 7 കൊണ്ടൊന്ന് ജമ്പിപ്പിക്കുകയാണ്. ആദ്യത്തെ ആൾ ആരാണ്? 10 ആണ് അല്ലേ? അപ്പൊ ജമ്പ് ചെയ്ത് ഫസ്റ്റ് എവിടേക്ക് എത്തി? 10ന്റെ അവിടേക്കാണ് എത്തുക. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 10 into 7 എന്ന് പറയാം അല്ലെ? ഇൻറ്റു അല്ലേ? ഇതിന്റെ 7ന്റെ ഫ്രണ്ടിൽ എന്താണ്? ഇൻറ്റു ആണ് അല്ലേ? അപ്പൊ ഇൻറ്റു ആയിട്ടാണ് ജമ്പ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ എങ്ങനെ എഴുതാം? 10 into 7. ഓക്കെ, റെഡി. ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലേ? നമ്മളതിനെ 10നും 2നും നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസ് അതുപോലെ തന്നെ എഴുതിയിട്ടോ. പ്ലസ് അങ്ങനെ തന്നെ എഴുതുക. ഇനി അടുത്ത ആളാരാ? 10 കഴിഞ്ഞിട്ട് വരുന്നത് 10 + 2 എന്നല്ലേ? അപ്പൊ അടുത്ത ആള് 2 അല്ലേ? അപ്പൊ അടുത്തത് 2ലേക്ക് ഒരു ചട്ടം പുറത്തുനിന്ന് തന്നെ കേട്ടാ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റി? എന്താണ് ഇപ്പൊ സാറ് പറഞ്ഞത്? സാറ് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനൊന്ന് മാറ്റി എഴുതുകയാണ്. എങ്ങനെ എഴുതാം? ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും? 10 into 7 + 2 into 7 എഴുതാൻ പറ്റും. അത്രയേ ഉള്ളൂ. 10 into 7 എന്താ? 70. 2 into 7 എന്താ? 14. ഓക്കെ, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 7 + 14 ചെയ്യുന്ന സമയത്ത് 84 കിട്ടും. കിട്ടിയോ? കിട്ടൂട്ടാ. അപ്പൊ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 21 into 6. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ സെക്ഷനിലെ ആകെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? വെയിറ്റ് പ്രോബ്ലം ആയിരിക്കും എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. ഇൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് സാറ് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ പഠിക്കണം കേട്ടോ. 21 into 6 കാണുന്നുണ്ടോ? 21 അല്ലേ? അപ്പോ നമ്മൾ നോക്കുമ്പോ 10 ആദ്യം എടുത്തത് 10 അല്ലേ? 10 + 1 എഴുതാൻ പറ്റുമോ? 21നെ പറ്റില്ല അല്ലെ? 10 പറ്റുമോ? പറ്റില്ല. അപ്പൊ 10 അല്ല
അപ്പൊ ഏതാ 21 ആണല്ലേ. അപ്പൊ 20+1 21 എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതിൽ നമ്മൾ പ്ലേസ് വാല്യൂ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൽ കൃത്യമായിട്ട് ആ ഒരു പറഞ്ഞു നോക്കും 21 20+1 21 അല്ലെ. അപ്പൊ 20യുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം യെസ് 20+1 എന്ന് കൊടുക്കാം. 21ന്റെ പ്ലേസിൽ കേട്ടോ, 21ന്റെ പ്ലേസിലാണ് പറഞ്ഞത് കേട്ടോ സാറ്. യെസ്. അപ്പൊ 21ന്റെ അവിടെ നമ്മൾ 20+1 കൊടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 6 ഉള്ളിലേക്ക് എടുക്കണം അല്ലെ. 6 ഉള്ളിലേക്ക് ഒറ്റ ചെമ്പ്, 6 എന്ത് ചെയ്തു, ഒറ്റ ചെമ്പ് 20യുടെ അവിടേക്ക് എത്തി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 20 × 6. അതുപോലെ 6 ഒരൊറ്റ ചെമ്പ്, രണ്ടാമത്തെ ആളായിട്ടുള്ള ആരാ 1 അല്ലെ. അപ്പൊ അവിടേക്ക് എത്തി. അപ്പൊ 1 × 6. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ആൻസർ വന്നു, 20 × 6 + 1 × 6. 20 × 6 എന്താ 120, 1 × 6 എന്താ 6, 126 ആണ് ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 37 × 9. 37 × 9 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. കാണുന്നുണ്ടോ, നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ആദ്യം 31 × 9 ആണ് നമുക്ക് തന്നിട്ടുള്ളത്, കണ്ടോ. യെസ്. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. സബ്സ്ക്രൈബ്. ഓക്കെ, ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കമന്റുകളൊക്കെ സാറ് കാണാനായിട്ട് കൊതിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യാം കേട്ടോ. 37 × 9 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. 37 30+7 എന്ന് വേണമെങ്കിൽ എഴുതാം, വേണമെങ്കിൽ എന്നല്ല, അങ്ങനെ എഴുതിയോണ്ട് തെറ്റില്ല. പക്ഷേ 7 ഒക്കെ ആണല്ലേ, 7 ഒക്കെയാണ് ഒരു വലിയ നമ്പറായി. ഓക്കെ, 1 2 3 4 5 ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ഇത് 7 ആവുമ്പോൾ കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് ആയി അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 37 കഴിഞ്ഞ് വരുന്ന 0 ഉള്ള എൻ്റെ 0 വരുന്ന നമ്പർ 2 ഡിജിറ്റ് ഏതാണ്, 40. സാറ് ഇതൊന്നും അറിയില്ല, പറയുന്നുണ്ട്, കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പോട്ടെ. അപ്പൊ 37 കണ്ടോ, 37 കഴിഞ്ഞ് വരുന്നത് 2 ഡിജിറ്റ് ഏതാ, 40 ആണ്. മൈനസ് എത്ര ചെയ്യണം, 37 കിട്ടാൻ 40 - എത്ര ചെയ്യണം, 3. യെസ്. അപ്പൊ 37 അവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി, യെസ്, നമ്മൾ ഇത്ര നേരം മൈനസ് അല്ലേ ചെയ്തേ. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷൻ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. ഒപ്പം മൾട്ടിപ്ലിക്കേഷനും കൂടി വരുന്നു കേട്ടോ. അപ്പൊ സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മുടെ ഹെഡിങ് ഉണ്ടായിരുന്നു, അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ശരിയാണല്ലേ. അപ്പൊ സബ്സ്ട്രാക്ഷൻ ആദ്യം അഡീഷൻ ചെയ്തു, ഇനി സബ്സ്ട്രാക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റൂലേ. യെസ്. അപ്പൊ എപ്പോഴാ ഒരു 5ന് മുകളിലൊക്കെ വരികയാണെങ്കിൽ 6 മുതൽ അങ്ങോട്ട് എന്നാണ് അഡീഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ല സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ചെയ്യണം. എവിടെ ചെയ്യേണ്ടത്, ഈ 9 ഇതേപോലെ ജമ്പ് ചെയ്യും. അപ്പൊ 40 × 9 എഴുതാം. ഈ 9 രണ്ടാമത്തെ ആളാണ്, ഇവിടെ പ്ലസിന് വരെ മൈനസ് ആണ്, അപ്പൊ മൈനസ് ഇട്ട് കൊടുക്കുക കേട്ടോ. മൈനസ് അല്ല ഇടുക, അതാണ്ടോ മൈനസ് ഇട്ട് കൊടുക്കുന്ന സാറ്, ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 6 എവിടേക്ക്, അല്ല 9 എവിടേക്ക് വരണം, 3ന്റെ അവിടേക്ക് അല്ലെ, ഇങ്ങനെ എഴുതാം കേട്ടോ. ശരിയായോ. ആദ്യം 40 × 9 വരും, 40 × 9 വരും, പിന്നെ 9 × 3 വരും. അപ്പൊ 40 × 9 എത്രയാ, 40 × 9 0. 4 × 9 എത്രയാ, 36 കിട്ടി അല്ലേ. ഇനി 3 × 9 എത്രയാ, 3 × 9 എത്രയാ, 27. ആൻസർ എത്രയാ, 333. അടുത്ത് നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്, 29 × 4. 29 × 4 സാറ് പറഞ്ഞു അല്ലേ. എന്താ സാറ് പറഞ്ഞു, എന്തോ സാറ് പറഞ്ഞു അല്ലേ, ആരും അല്ലേ, നീ കേട്ടില്ലേ അത്, എന്താ പറഞ്ഞ സാറ്, 5 കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് 6 7 8 9 ഒക്കെ വന്നു ലാസ്റ്റ് ഡിജിറ്റിൽ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. അപ്പൊ 29 ആണ് സാറ് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ 29 ആണ്. അപ്പൊ 5 കഴിഞ്ഞ് 6 7 8 9 ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാം, അഡീഷൻ യൂസ് ചെയ്യാതെ ഇപ്പൊ 29 നമുക്ക് 20 + 9 എഴുതാം. സാറ് പറഞ്ഞത് തെറ്റാണല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോ അതാണ് ഇഷ്ടം, ഇങ്ങനെ പ്ലസ് ചെയ്തതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു, നോ പ്രോബ്ലം കേട്ടോ. പക്ഷേ സാറ് ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ മാത്രമല്ല, നമുക്ക് എങ്ങനെയും കൂടിയും ചെയ്യാം. 29 കഴിഞ്ഞ് വരുന്ന 2 ഡിജിറ്റ് എൻഡിൽ ആര് വരണം, 0. അങ്ങനെയുള്ളത് ഏതാണ്, 30 അല്ലെ. അപ്പൊ 29 കിട്ടണം. 30ന്ന് എത്ര മൈനസ് ചെയ്താൽ മതി, 1 മൈനസ് ചെയ്താൽ മതി. അപ്പൊ ആ രീതിയിൽ ചെയ്തേട്ടാ. ഇനി 4 കൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ 4ന്റെ ഫ്രണ്ടിൽ എന്താ, ഇൻറ്റു അല്ലേ. അപ്പൊ 4 × അല്ലെ 30. അതുപോലെ 1 × 4 എന്താണ്, 30 × 4 എന്താ, 3 × 4 എത്രയാ, 12. ശരിയല്ലേ. അപ്പൊ നമുക്ക് ഇൻറ്റു ചെയ്യാനൊന്നും അധികം ചെയ്യാനില്ല ഇവിടെ അല്ലെ. അപ്പം എന്താണ് വരിക, 3 × 4 12 ആണ്, പിന്നെ 0 കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1 × 4 4. ഇനി 120 - 4 എത്രയാ,
116 അല്ലെ, 116. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഹോംവർക്ക് സാർ തരുന്നുണ്ട് കേട്ടോ. നോക്കൂ, നമ്മൾ നോക്കുകയാണെങ്കിൽ 98 ആണ്. 98 എന്ന് പറയുമ്പോൾ 6, 7, 8, 9 അതിനേക്കാൾ കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് ആണ് എൻ്റെ വന്നിരിക്കുന്നത് 8. അപ്പോ 90 കഴിഞ്ഞിട്ട് 98 കഴിഞ്ഞിട്ട് പിന്നെ 2 ഡിജിറ്റ് ഇല്ല സാറേ. അശ്ശോ, സാറ് ഇത്ര നേരം 2 ഡിജിറ്റിന്റെ കാര്യമല്ലേ പറഞ്ഞു സാറ്. എന്നിട്ടെന്തത് എങ്ങനെയാ 2 ഡിജിറ്റ് ഇല്ലല്ലോ? 2 ഡിജിറ്റ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇത്ര നേരം നമുക്ക് 2 ഡിജിറ്റിന്റെ കേസ് ആയിരുന്നു. അടുത്ത 2 ഡിജിറ്റ് ഏതാ അല്ലെ? ഇപ്പൊ നമ്മള് ചെയ്തിരുന്ന പ്രോബ്ലംസിലൊക്കെ അടുത്തത് ഒരു 2 ഡിജിറ്റ് കൂടി വരുന്നുണ്ട് അല്ലെ? പക്ഷെ ഈ 98 കഴിഞ്ഞിട്ട് പിന്നെ 2 ഡിജിറ്റ് എന്റെ ഒരു സുഖം വരുന്ന 2 ഡിജിറ്റ് കാണുന്നില്ല, ഇല്ല അല്ലെ? അപ്പൊ സാരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 98 കഴിഞ്ഞ് 99, 100 ഉണ്ട് കേട്ടോ. അപ്പൊ 100 മൈനസ് 2 എഴുതാ മതി. അപ്പോഴും പ്രശ്നമില്ല, 2 0 ഉണ്ട് അല്ലെ? അപ്പൊ 3 ഡിജിറ്റ് ആയിനേ ഉള്ളൂ. 2 ഡിജിറ്റ് തന്നെ വേണമെന്നില്ല. നോക്കൂ, നമുക്ക് 2 ഡിജിറ്റിന്റെ കേസാണ് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. ഇത് അപ്പൊ പഠിക്കേണ്ടതല്ല, ഇതും നമ്മൾ അറിഞ്ഞു വെച്ചു. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8-നുള്ളിലേക്ക് എടുക്കുക. അപ്പൊ എന്ത് വരും? 800. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഈ 8 എന്ത് ചെയ്യണം? രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് 2 കൂടെ അടുത്തേക്ക് വരും. അപ്പൊ 2 × 8 16. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുന്ന സമയത്ത് മൈനസ് ചെയ്തെന്താ വരിക? 784. 2 ഹോംവർക്ക് സാറ് തരുന്നുണ്ട് കേട്ടോ. 2 ഹോംവർക്ക്, ഒന്ന് 31 × 5, ഒന്ന് 43 × 5 ആണ്. എല്ലാവരും ചെയ്തിട്ട് കമന്റ് ഒക്കെ ഇട്ടിട്ട് ലൈക്ക് ഒക്കെ ഇടുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം കേട്ടോ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പൊ